ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് അവൽ കൊണ്ട് നല്ല ഹെൽത്തിയും നല്ല സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അതുകൂടാതെ ഇത് ഉണ്ടാക്കാനായിട്ട് ജസ്റ്റ് നമുക്ക് വെറും 5 മിനിറ്റ് മാത്രം മതി. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഫസ്റ്റ് ഞാനിവിടെ ഒരു 1/4 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ശർക്കര നമ്മൾ നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ശർക്കരയൊക്കെ ഒന്ന് പാത്രത്തിൻ്റെ അടിക്ക് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു അരിപ്പ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുവാണ് നമ്മൾ. അപ്പോൾ ചൂടോടുകൂടി അരിക്കുമ്പോഴേക്കും സ്റ്റീലിൻ്റെ അരിപ്പ തന്നെ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് അരിച്ചെടുക്കുമ്പോഴേക്കും നമുക്ക് കറക്റ്റ് 1 ഗ്ലാസ് നമുക്ക് നമ്മുടെ ശർക്കര പാനി ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു സൈഡിലേക്ക് ഇനി മാറ്റി വയ്ക്കാം. അടുത്ത് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 4 കപ്പ് മെഷർമെൻറ്റ് കപ്പിൽ 4 കപ്പ് അവലാണ് എടുത്തിട്ടുള്ളത്. സാധാരണ ബ്രൗണിൻ്റെ അവലാണ് എടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് തിന്നായിട്ടുള്ള അവലാണ്, തിക്കായിട്ടുള്ളതല്ല, കുറച്ച് തിന്നാണ്. ഇതിലേക്ക് ഞാൻ ഒരു തേങ്ങയുടെ അരമുറി തേങ്ങ, ചിരകിയ തേങ്ങ കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ അവലിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇതിൻ്റെ കൂടെ ജസ്റ്റ് ഒരു 4 ഏലയ്ക്ക ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അതും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഈവൻ കൈ കൊണ്ടോ നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഓരോ തേങ്ങയും ഓരോ അവലിൻ്റെ ഇടയിൽ വരത്തക്ക രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. നമ്മുടെ ഏലക്കയുടെ ഫ്ലേവറും എല്ലാ ഭാഗത്തേക്കും എത്തത്തക്ക രീതിക്ക് നന്നായിട്ട് നമ്മൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനിയാണ് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ശർക്കര പാനി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാനിവിടെ മൊത്തം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മൊത്തം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി, അഥവാ നിങ്ങൾക്ക് ഇങ്ങനെ ഒഴിക്കുമ്പോഴേക്കും ശർക്കര പാനിയുടെ അളവ് കൂടി പോവുകയാണെങ്കിൽ കുറച്ച് അവലൂടെ എക്സ്ട്രാ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഈ ശർക്കര പാനി ഒരു ഇളം ചൂടോട് കൂടിയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു അരമുറി തേങ്ങയാണ് നമ്മൾ ഇപ്പോൾ ചിരകി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങയുടെയൊക്കെ ക്വാണ്ടിറ്റി ജസ്റ്റ് ഒന്ന് കൂട്ടിക്കൊടുക്കും തോറും നമുക്ക് ഇത് കഴിക്കാനായിട്ട് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങയുടെ അളവ് കൂട്ടിയോ കുറച്ചോ കൊടുക്കുക. അപ്പം നമ്മുടേത് ഏതാണ്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. മധുരമൊക്കെ കറക്റ്റ് പാകത്തിന് തന്നെ ഇരിപ്പുണ്ട്. അപ്പം നമ്മൾ ഇത് റെസിപ്പി തയ്യാറായിട്ടുണ്ട്. ഇത് നമ്മളിനി ഒരു സെർവിങ് ബൗളിലേക്ക് നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരു കുഞ്ഞു ബൗളിലേക്ക് കുറച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. കപ്പലണ്ടിയോ കാഷ്യൂനട്ടോ ബദാമോ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ഡെക്കറേഷൻ കൊടുക്കുക. അപ്പോൾ ഇതും കൂടെ ഒന്ന് ക്രഞ്ചിയായിട്ട് ഒന്ന് കടിച്ച് കഴിക്കുമ്പോഴേക്കും കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഇത് ഒത്തിരി ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.